തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ എൻ്റെ കോലം കണ്ട് പേടിക്കേണ്ട, വർക്കൗട്ട് കഴിഞ്ഞിട്ട് വേർതിരിക്കുന്നതാണ്. സോ ലാസ്റ്റ് കുറച്ച് ദിവസമായിട്ട് എനിക്ക് ആക്ച്വലി വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല. ഞാനൊരു ട്രിപ്പിന് പോയേക്കുമായിരുന്നു. ഇങ്ങനത്തെ ട്രിപ്പിന് പോകുമ്പോഴത്തേക്കും അറിയാമല്ലോ, കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെ ഫ്രഷ് കിട്ടത്തില്ല. അപ്പോൾ അതൊക്കെ കാരണം ഞാൻ ആക്ച്വലി കംപ്ലീറ്റ്ലി ഒരു വീക്കായിട്ട് കുറച്ച് വീക്കായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. ആൻഡ് ഓൾസോ എൻ്റെ വെയിറ്റ് കുറഞ്ഞതുപോലെ എനിക്ക് ഇങ്ങോട്ട് തോന്നിക്കുമായിരുന്നു. എൻ്റെ വെയിറ്റ് ഓൾറെഡി എനിക്ക് വെയിറ്റ് ഞാൻ കഷ്ടപ്പെട്ടാണ് വെക്കുന്നത്. അതിൻ്റെ കൂടുതൽ കുറേയൊന്നും കൂടെ ഉള്ള ഒരു ഫീല് വരുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി ആ ഒരു ഫീലായിരിക്കും. ബട്ട് എത്തിക്കഴിഞ്ഞ് ഞാൻ 2-3 ദിവസം മുന്നേ അപ്പോൾ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് ചെറുതായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്ത് റിക്കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുവാണ്. എനിവേ, ഇനഫ് അബൌട്ട് ദാറ്റ്. ലാസ്റ്റ് ഞാൻ പോകുന്നതിന് മുന്നേ ആക്ച്വലി ഞാൻ ഒരു സ്കില്ല് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. അതായത് ഡ്രാഗൺ സ്ക്വാട്ട്സ്, നമ്മുടെ പിസ്റ്റൾ സ്ക്വാട്ട് പോലെ തന്നെ, പക്ഷേ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. ആൻഡ് അതിന് കുറച്ച് മൊബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റിയുടെ ആവശ്യമുണ്ട്. അങ്ങനത്തെ ഒരു എക്സസൈസാണ്. അപ്പോൾ ലാസ്റ്റ് ഞാൻ ചെയ്യാൻ ശ്രമിച്ചപ്പോഴത്തേക്കും എൻ്റെ അവസ്ഥ ഏകദേശം ഇതുപോലെയായിരുന്നു. ചേടാ, മനുഷ്യന് കാലെടുത്ത് കുത്താൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാണല്ലോ ഈ സ്വാമി ഇവിടെ ഗ്രില്ല് വരച്ച് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യൻ നടക്കണ്ടേ? വേണ്ട, ചവിട്ടണ്ട. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ കെ ജോസ്. സോ അതായിരുന്നു എൻ്റെ ഒരു 1.5 മാസത്തിന് മുന്നേ ഉള്ള അവസ്ഥ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്തത്, ഞാൻ എൻ്റെ സ്ട്രെങ്ത്തിൽ, ഫ്ലെക്സിബിലിറ്റി, മൊബിലിറ്റിയിലൊക്കെ വർക്ക് ചെയ്ത് ആ ഡ്രാഗൺ സ്ക്വാട്ട്സ് സപ്പോർട്ടഡ് ആയിട്ട് ഞാൻ ചെയ്തു. അതായത് ഒരു കട്ടിലിൻ്റെ സൈഡിൽ ഇരുന്നോ, അല്ലെങ്കിൽ ടേബിളിൻ്റെ സൈഡിൽ ഇരുന്നോ, അല്ലെങ്കിൽ കഥകിലൊക്കെ പിടിച്ച് സപ്പോർട്ടഡ് ആയിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിച്ചു. ആൻഡ് ഗ്രാജുവലി എനിക്ക് തോന്നുന്നത് എനിക്ക് പിന്നെയും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു എക്സസൈസ്. അറ്റ്ലീസ്റ്റ് പ്രോഗ്രസ് ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യിച്ചു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇതുപോലെയൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ട്രിപ്പിന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി ഒരു നമ്മൾ പ്ലാൻ ചെയ്ത പോലെയല്ല ഈ ട്രിപ്പ് പോയത്, കുറേ കാരണങ്ങൾ കാരണം. പക്ഷെ എന്നാലും നല്ല ട്രിപ്പായിരുന്നു. പക്ഷേ നമുക്ക് നേരെ ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് കാരണം ബോഡിയൊക്കെ കംപ്ലീറ്റ്ലി വീക്കായിട്ട് ഫീൽ ചെയ്ത് കാരണം എനിക്ക് ഈ വർക്കൗട്ട് ഈ എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അവിടെ ഇരുന്നാണേലും. അതല്ലേലും നമ്മൾ ഇങ്ങനത്തെ ട്രിപ്പിന് പോവുകയാണെങ്കിൽ അതുപോലെ നമ്മൾ പ്ലാൻ ഔട്ട് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ നമ്മുടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനേ പറ്റത്തില്ല, യുനോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വന്നു കഴിഞ്ഞിട്ട് കഴിഞ്ഞ് 3 ദിവസം കൊണ്ട് ഞാൻ ആക്ച്വലി എൻ്റെ ബോഡിയെ കംപ്ലീറ്റ്ലി റിക്കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. അതായത് വീക്കായിട്ട് ഫീൽ ചെയ്ത് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് പതുക്കെ ചെറുതായിട്ട് എക്സസൈസ് ചെയ്ത് ബോഡിയുടെ സ്ട്രെങ്ത് ഒക്കെ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. ആൻഡ് ഇന്ന് വൈനോട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടാ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇന്ന് ചെയ്തപ്പം എൻ്റെ പ്രോഗ്രസ് എങ്ങനെയാണ്, എൻ്റെ കറണ്ട് ലെവൽ എങ്ങനെയാണ് ഫോർ ഡ്രാഗൺ സ്ക്വാഡ് എന്നുള്ളത് ജസ്റ്റ് നമുക്ക് കാണാം. സോ ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്. ഐ തിങ്ക് എൻ്റെ ലെഫ്റ്റ് ലെഗിൽ എനിക്ക് പിന്നെയും കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് റൈറ്റ് ലെഗിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് എനിക്ക് ഇനഫ് സ്ട്രെങ്ത് ഇല്ല. ഫ്ലെക്സിബിലിറ്റി ആൻഡ് മൊബിലിറ്റി എനിക്ക് തോന്നുന്നേ ഉണ്ട്, പക്ഷേ
സ്ട്രെങ്ത് ഇല്ലാത്ത കാരണമാണെന്ന് തോന്നുന്നു. ലൈക്ക് താഴെ പോകുമ്പോഴാണെങ്കിൽ ലൈക്ക് കൊളാപ്സ് ആവുന്ന പോലെ എനിക്ക് തോന്നിക്കുന്നത്, ബാലൻസ് തെറ്റുന്ന പോലെ തോന്നിക്കുന്നു. കാരണം എനിക്ക് ആ മസിൽസ് ആ സമയത്ത് ലൈക്ക് ഗിവ് അപ്പ് ചെയ്യുന്ന പോലെ തോന്നിക്കുന്ന കാരണം അങ്ങ് ഇരുന്ന് പോവുകയാണ് ആക്ച്വലി മിക്ക സമയത്തും. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആ സമയത്ത് പൊങ്ങണം, അല്ലെങ്കിൽ ഒരു ജർക്ക്, ഒരു 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 പെട്ടെന്നുള്ളൊരു ഒരു സഡൻ മൂവ്മെൻറ്റും കൊണ്ട് പെട്ടെന്ന് അങ്ങ് വരണം. ആ ഒരു പൊസിഷനിൽ ആക്ച്വലി എനിക്ക് ഒരു സെക്കൻഡ് പോലും ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ കറണ്ട് സ്റ്റേറ്റസ് ഫോർ മൈ എന്താ പറയുന്നത് ഡ്രാഗൺ സ്ക്വാട്ട് ഇതാണ്. പെർഫെക്ഷൻ ആയിട്ടില്ല ഇതുവരെ, ഇനിയും വർക്ക് ചെയ്യാനുണ്ട്. അതിന് ഞാൻ ഇനിയും വർക്ക് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഒരു നല്ലൊരു പ്രോ ലെവലിൽ എത്തിയിട്ട് എന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു പ്രോ ലെവലിൽ എത്തിയിട്ട് ഞാൻ സ്മൂത്തായിട്ട് ഈ ഒരു എക്സസൈസ് ഞാൻ ചെയ്യുന്നതായിരിക്കും ആൻഡ് വീഡിയോ ഇടുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ് ആൻഡ് ലൈക്ക് ദ വീഡിയോ, സബ്സ്ക്രൈബ്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുക. ഇനി ഞാൻ ലൈക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് വീഡിയോസ് ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. ഇതിനെല്ലാത്തിനും നിങ്ങളുടെ സപ്പോർട്ട് വേണം. സോ താങ്ക് യു.